ഞാൻ എല്ലാ ദിവസങ്ങളും രാവിലെ 5 മണിയാകുമ്പം റെയിൽവേ സ്റ്റേഷനിൽ വരും. ഈ ലോകം അവസാനിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ നോയമ്പ് കാലത്ത് പോലും ഞാൻ ഇടയത്താഴ കഴിച്ചിട്ട് ഓടി സ്റ്റേഷനിൽ വരും. കാരണം പൊതുജനങ്ങൾ വരുന്നതിന് മുമ്പ് എനിക്ക് ആ സ്ഥാപനം വൃത്തിയാക്കണം. എൻ്റെ ലക്ഷ്യം അതാണ്. 10 പേര് വന്ന് ചവിട്ടി തേച്ചുവോ ഇവിടെ വൃത്തിയില്ല അത് പറയാൻ അത് കേൾക്കാനുള്ള മനസ്സിലില്ല. 5 മണിക്ക് വന്ന് അടുത്ത് ജനങ്ങൾ യാത്രക്കാർ വരുന്നതിന് മുമ്പ് തൂത്ത് വൃത്തിയാക്കുക, ക്ലീൻ ചെയ്യുക, ആളുകൾ വരുമ്പോൾ നീട്ടായിട്ട് അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളൊരു മനസ്ഥിതിയാണ്. അങ്ങനെ ഞാൻ അന്ന് ജോലി ചെയ്ത് ഇങ്ങനെ ട്രാക്കിൽ കൂടെ നല്ല കൊടും വെയില്, സമയം 9:35. അന്ന് വണ്ടി 1 മിനിറ്റ് ലേറ്റായിട്ട് വന്നു. 9:36 വന്നു. വണ്ടി വന്ന് നിൽക്കുന്ന സ്റ്റേഷനിൽ ഞാൻ പിറക്കി പോവുക, ട്രാക്കിൽ വേസ്റ്റ് പിറക്കി പോവുക. ഞാൻ പോയി കുറെ ദൂരം ചെന്നപ്പോഴത്തേക്ക് അപ്പൊ ഞാൻ ഇങ്ങനെ പിറക്കുന്ന കൂട്ടത്തെ ലൈൻ ഇങ്ങനെ ഒന്ന് നോക്കും. കയറ്റം ഇറക്കം ഈ വെള്ളി ചെയ്തെടുത്ത് അത് പിണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെ കയറ്റം ഇറക്കം ഇച്ചിരി കൂടുതൽ കാണുന്നിടത്ത് ഞാൻ എന്താ പെട്ടെന്ന് ചെന്ന് അവിടെ ചെന്ന് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്നും പറഞ്ഞ് അങ്ങനെ പിറക്കി പോയപ്പോൾ ഈ കയറ്റമിറക്കം ഞാൻ ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഒരു വല്ലാത്ത കയറ്റിറക്കം. ഇത് വിണ്ടിരിക്കുന്നതിന്റെ ഒരു ഭാഗം താന്നിരിക്കുന്നു, ഒരു ഭാഗം പൊങ്ങിയിരിക്കുന്നു. ഞാൻ അടുത്ത് സ്പീഡിന് ചെന്നു. അപ്പോഴത്തേക്ക് വണ്ടി വിട്ടു. അവിടുന്ന് വണ്ടി വിട്ടു. ഞാൻ ചെന്ന് കണ്ടതും പിന്നെ എന്താണ് ഞാൻ ചെയ്തതെന്നുള്ളത് എൻ്റെ വലിയവൻ എനിക്ക് തന്ന ആ ഒരു മനസ്ഥിതി എനിക്ക് ഇപ്പോഴും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഞാൻ എങ്ങനെ ഓടിയെന്നുള്ളത് പോലും ഇപ്പോഴും ആലോചിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ ഇത് കണ്ടതും എൻ്റെ ആ വേസ്റ്റ് കൊട്ട കറക്റ്റ് അവിടെ അടയാളം വെച്ചു. അടയാളം വെച്ച് കൈ കിടന്ന് ഗ്ലൗസ് ഊരി പിടിച്ചോണ്ട്. അപ്പം റെയിൽവേക്ക് ഒരു റൂളുണ്ട്, എന്തെങ്കിലും ഒരു അപകടം കണ്ടാൽ നമ്മളിതാ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ കാണിക്കുമ്പോൾ ആ എതിരെ വരുന്ന ട്രെയിൻ നിർത്തണമെന്നുള്ളതാ ഈ അടയാളം. എന്നിട്ട് പോലും ട്രെയിൻ എൻ്റെ മുമ്പിൽ വരിക, ഞാൻ ഓടുന്നു. അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ യാത്ര ചെയ്യാതിരിക്കുന്നവർ അയ്യോ ഇല്ല പെങ്കൊച്ചതാ ട്രെയിനിന്റെ മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. അവരറിയുന്നില്ല, അവർ യാത്രയ്ക്ക് വന്നവർ. അന്ന് ഐലൻഡ് എക്സ്പ്രസ് 1 മണിക്കൂർ ലേറ്റ് കന്യാകുമാരി പോകുന്നു. അതിന് വന്ന യാത്രക്കാർ പറഞ്ഞു അയ്യോ. അപ്പൊ എന്നെ അറിയുന്നവർ പറയുന്നത് അയ്യോ സൈനവ എന്തിനാ വണ്ടിയുടെ മുമ്പിൽ ഓടുന്നേ. എനിക്ക് ഇങ്ങോട്ടും മറുപടിയില്ല, ഇങ്ങോട്ടും മറുപടിയില്ല, ഒരു സ്വയബോധമില്ല. ഞാൻ മെറ്റിലിന്റെ പുറത്തും പാളത്തിന്റെ പുറത്തും കട്ടയുടെ പുറത്തും ഓടുക. ഓടി എന്തായാലും ഇഞ്ചിന്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് അവർ വണ്ടി നിർത്തി. അതിനു മുമ്പേ തന്നെ ഞാൻ ഓടുന്ന കണ്ടോണ്ട് അവര് പിന്നെ മെയിൽ അധികാരിയെ വിളിച്ചേച്ച് ചോദിച്ച് സാറേ ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് വണ്ടി നിർത്താൻ കൈ കാണിക്കുന്നു, എന്ത് ചെയ്യണം? ട്രിവാൻഡ്രത്ത് അവരുടെ ഉദ്യോഗസ്ഥര് പറഞ്ഞു അങ്ങനെ കരുനാഗപ്പള്ളിയിൽ നിന്ന് സൈനവ പറഞ്ഞിട്ടുണ്ട്, എന്തേലും കണ്ടോണ്ടായിരിക്കും, എന്നാ വണ്ടി നിർത്തും. വണ്ടി നിർത്തി അവർ ഇറങ്ങി വന്ന് എന്താ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ പറയാം സാറേ ഒരു വിള്ളല്, ട്രെയിൻ പാളത്തിലെ ഒരു വിള്ളല്. എവിടാ ഇത്? സാറേ ഞാനൊരു കൊട്ട അടയാളം വെച്ചേക്കുന്നുണ്ട് സാറേ, എൻ്റെ വേസ്റ്റ് കൊട്ട അടയാളം. ഇവരിറങ്ങി എൻ്റെ കൂടെ. അപ്പൊ എന്നെ വഴക്ക് പറഞ്ഞു, ഇങ്ങനെ ഓടാൻ പാടില്ല, നിങ്ങൾ ഒരു കല്ല് തട്ടി വീണു, ഒരു പാളത്തെ തലയിടിച്ചു, ആരേക്കും ആരേലും സഹായിക്കാനുണ്ടോ? റെയിൽവേ ഒന്നും ഏക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഓടി വന്നത് ആപത്തിൽ നിന്ന് രക്ഷിക്കാനാ, പക്ഷെ നിങ്ങളുടെ ജീവൻ വിലപ്പെട്ടതാ, നിങ്ങളുടെ മക്കൾക്ക് ഇല്ലാതാവും എന്നും പറഞ്ഞ് വഴക്ക് പറഞ്ഞ് അവരെന്റെ കൂടെ നടന്നു വരുക. വണ്ടി ഇവിടെ കിടക്കുന്നു. വന്ന് നോക്കിയപ്പം പറയാ എന്തിത്താ ഇതാണോ ചെറിയ വിള്ളല്, ഞങ്ങളിപ്പം വല്ലവരുടെ അയ്യത്ത്, ഈ വണ്ടി ഞങ്ങളുമായിട്ട് വല്ലവരുടെ അയ്യത്തിരുന്നേന് എന്നും പറഞ്ഞ് അപ്പൊ തന്നെ കൈ കൊടുത്തു. അറിയിക്കേണ്ടവരെല്ലാം അറിയിച്ചു. അവർക്ക് ഇനി അതിലും വലിയ സന്തോഷമായിരുന്നു. ഇപ്പോഴത്തേക്കും മെയിൻ്റെനൻസ് അടുത്ത് വർക്കാരൊക്കെ ഉണ്ടായിരുന്നു. അവര് വന്ന് പെട്ടെന്ന് തന്നെ ക്ലാമ്പ് ചെയ്തു. പിന്നെ 2 പ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച് അടിയിൽ ഒരു കട്ട വലിയൊരു തടി കഷ്ണം വെച്ചു. ആ വണ്ടി 1 മണിക്കൂർ ലേറ്റായിട്ട് പോകും. പിന്നെ ആ മെയിൻ്റെനൻസ് പണി വൈകിട്ട് 5 മണി വരെ അവിടെ നടന്നു. ആ ഒരു അപകടം എന്ന് പറയുന്നത്, ആ സംഭവം ഞാൻ കണ്ടില്ല. അപ്പൊ ഞാൻ ആലോചിക്കുന്ന വേറെ ഒന്നുമല്ല, അവിടെ ഇഷ്ടംപോലെ വർക്കാരുണ്ട്, വലിയവനെ എന്നെ കാണിച്ചതാണ്. അപ്പൊ ഇത് സാധാ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ ക്ലീൻ ചെയ്യുന്ന ഒരു പെണ്ണുങ്ങൾക്ക് അപ്പ് ലൈൻ ഏത് ടൗൺ ലൈൻ ഏത് അറിയത്തില്ല. ഈ വിള്ളൽ എന്താന്ന് വെച്ചാൽ അറിയത്തില്ല. കാരണം ചില ഇടങ്ങളിൽ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തേക്കുന്നിടത്ത് ചെറിയ ചെറിയ ഇതുണ്ട്, അതാന്ന് വിചാരിക്കും. പക്ഷെ ഈ വിള്ളൽ ഈ സൈനവ എങ്ങനെ കണ്ടുപിടിച്ചു, അവർക്ക് ആ ബുദ്ധി എങ്ങനെ തോന്നി, ഇതാണ് ഇപ്പം പൊതുവെ ജനങ്ങളോട് ഒരു. അപ്പൊ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങി വണ്ടി എന്താ നിൽക്കുന്ന പറഞ്ഞ് ഇറങ്ങി വന്നവരല്ല യോ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ച് എന്നും പറഞ്ഞ് എല്ലാവരും ഫോട്ടോ എടുക്കുകയും കൈ കൊടുക്കുകയും. അവർക്ക് ഇതുപോലെ ഒരു സന്തോഷമില്ല. അപ്പൊ ഞാൻ അന്നേരം അത് കഴിഞ്ഞോണ്ട് റെയിൽവേ ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് വന്നു, സൈനബ ഇത് എങ്ങനെ കണ്ടുപിടിച്ചു? ഞാൻ പറയാം സാറേ ഞാൻ ഇങ്ങനെ ഒരു സംശയമുള്ളത് ഞാനിങ്ങനെ നോക്കുമായിരുന്നു, അങ്ങനെ ഇത് എൻ്റെ കണ്ണിൽപ്പെട്ട്. അങ്ങനെ അഭിനന്ദനങ്ങളായി ഇതായി സന്തോഷം. ആ വണ്ടിയിൽ ഇരുന്നവർ കരയുമായിരുന്നു, എന്തേലും പറ്റിപ്പോയാൽ ഞങ്ങളുടെ ജീവൻ പോയി, പക്ഷെ നിങ്ങളുടെ ജീവൻ അതിൽ വിലയുള്ളതായിരുന്നു, നിങ്ങൾ അത് കളഞ്ഞാണ് ഞങ്ങളെ രക്ഷിച്ചതെന്നും പറഞ്ഞ് ഭയങ്കര സന്തോഷം. എന്ന് വെച്ച് ഈ സാറ് പറഞ്ഞ പോലെ തന്നെ ആരെയും ബോധിപ്പിക്കാനല്ല, ഈ ഒരു അപകടം നടന്നാൽ അത് എന്നെയും ബാധിക്കുന്നത്. നമ്മുടെ കരുനാഗപ്പള്ളി രാജ്യത്ത് ഒരു വൻ ദുരന്തം നടന്നാൽ നമ്മളെ എല്ലാരെയും ബാധിക്കുന്നത് ആണോ? അത് വലിയ വാർത്തയാണ്, ഇന്ത്യ രാജ്യത്ത് വലിയ വാർത്ത. ആ ഒരു വാർത്ത ഇല്ലാതെ പടച്ചവൻ കാത്തെന്നുള്ളത്
അതുകൊണ്ട് എനിക്കത് വലിയ സന്തോഷമായിട്ട് ഞാൻ വേറെ ഒന്നും പ്രതീക്ഷിച്ചില്ല. അതെനിക്ക് വലിയ സന്തോഷം. നിങ്ങൾ ഈ ദേവി ഒരുക്കി തന്നെ എന്നെ ഇത്രയും എത്തിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, സന്തോഷം.